വേദപുസ്തകത്തിനകത്ത് പഴയ നിയമത്തിൽ ഒരു ജാതിയെ പറ്റി പറയുന്നു. In the Old Testament, the Bible addresses a nation. അത് യഹൂദന്മാരെന്ന് പറയുന്ന ജാതിയാണ്. And that nation is the nation of the Jews. ലോകത്തിന്റെ ഒത്ത മധ്യത്തിൽ ഒരു ചെറിയ പൊട്ടുപോലെയാണ് ഭൂപടം നോക്കിയാൽ ജെറുസലേം എന്ന സ്ഥലം. Jerusalem is a very minute place in the world map. പക്ഷേ ഒരു മനുഷ്യൻ അബ്രഹാമിൽ നിന്ന് സന്തതികളെ കൊടുത്ത് അവർക്ക് സന്തതികളെയും സന്താനങ്ങളെയും കൊടുത്ത് അവരെ കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ ദൈവം അവർക്ക് പറഞ്ഞു കൊടുത്തു. And through one man, Abraham, and to his descendants the Lord made a covenant. അവരോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ കുറച്ചു പേരേ ഉള്ളൂ, എന്നാൽ ഞാൻ നിങ്ങളെ ലോകത്തിലുള്ളവരെക്കാൾ ഏറ്റവും ഉന്നതമാക്കും. And God told Abraham that you are only a one man now, but you will become multiple nations in the world. എന്നിട്ട് അവരോട് പറഞ്ഞു, നീ ഒറ്റയ്ക്കേ ഉള്ളെങ്കിലും ഭാരപ്പെടണ്ട, നിന്നെ ഒരുത്തനെ വെച്ച് ഞാൻ ലോകത്തെ മുഴുവനും അനുഗ്രഹിക്കും. And he said, Abraham, you are one man, but through you I will bless the nations. അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ നമ്മളെ പോലെ ഒരുപക്ഷെ പറഞ്ഞു കാണും, And Abraham would have said like us, എന്റെ അപ്പന് വലിയ സമ്പാദ്യമില്ല, എനിക്ക് ബാങ്ക് ബാലൻസ് ഇല്ല, എനിക്ക് വലിയ കഴിവുകളൊന്നുമില്ല, പക്ഷെ ഞാൻ എങ്ങനെ അനുഗ്രഹിക്കപ്പെടും എന്ന് അവൻ ചോദിച്ചു കാണും. Abraham would have said, I don't have an inheritance or a bank balance, and how can this come to pass? എന്റെ ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാൻ ആരുടെയും കെയർ ഓഫ് വേണ്ട. God needs nobody's permission to bless you. എന്റെ ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാൻ അപ്പന്മാരുടെ ബാങ്ക് ബാലൻസ് വേണമെന്നില്ല. അവൻ ഒരുത്തനെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരുടെ കൂടെ പന്തിയിൽ ഇരുത്താൻ കഴിയുന്നു. God wants to bless you. Your inheritance from your parents don't matter. He can lift up somebody from the mighty pit and bless him. അവൻ നിന്റെ പരാജയങ്ങളെ പോലും അത്ഭുതമാക്കാൻ പറ്റുന്നവനാണ്. He can transform your failures into victories. അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കി. And God called Abraham. അവനെ അനുഗ്രഹിച്ചു. And he blessed him. അവന് സന്തതി സന്താനങ്ങളെ കൊടുത്തു. And he gave him a generation. അവർക്ക് ഇസ്രായേൽ എന്ന പേരിട്ടു. And the nation Israel came out of Abraham. ഓരോ കാലഘട്ടത്തിലും അവർ ഓരോ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. In every season of their journey they faced multiple challenges. പ്രശ്നങ്ങൾ അവർക്ക് നേരെ കടന്നു വന്നു. And challenges challenged them. നമ്മളെ പോലെ അവരും പറഞ്ഞു, ഇവിടം കൊണ്ട് ഞാൻ തീരാൻ പോവുകയാണ്. And they also said, like many of us, that we will finish with this crisis. ഇതിനപ്പുറത്തേക്ക് എനിക്കൊരു ഫ്യൂച്ചർ ഇല്ല. I don't have a future beyond this crisis. എന്നാൽ അവൻ സേവിച്ച ദൈവത്തിന്റെ പ്രത്യേകത, But the God who had a covenant with them said, ആ പ്രശ്നങ്ങളെ എല്ലാം പിന്നത്തേതിൽ ദൈവം ഉത്സവങ്ങളാക്കി മാറ്റി. every trouble he turned it into a celebration. അവർ കണ്ട സകല പ്രതിസന്ധികളെയും എന്റെ ദൈവം പിന്നത്തേതിൽ ഉത്സവങ്ങളാക്കി മാറ്റി. Every challenge that faced, God turned it into a celebration. അതേ ദൈവത്തെ തന്നെയാണ് നീയും ആരാധിക്കുന്നത്. You are serving the same God of Abraham. അതുകൊണ്ടാണ് എന്റെ ബൈബിൾ പറയുന്നത്, And that's why my Bible says, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. and God works all things together for the good of those who love him and are called according to his purpose.